ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കണോ എന്നതിലെ UDFിൻ്റെ തീരുമാനം ഇന്നറിയാം. UDF മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30 ഓൺലൈനായി ചേരും. ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആതിര, സാമുദായിക സംഘടനകളടക്കം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് നിന്നു പോകുമോ എന്നൊരു ആശങ്ക UDFിന് എന്തായാലും ഉണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമുണ്ടാകും? സ്വപ്ന, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട UDFിൻ്റെ ഒരു നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. UDF മുന്നണി നേതാക്കളുടെ യോഗം ഇന്ന് രാത്രി 7:30 ഉണ്ടാകും. ഈ യോഗത്തിലായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനം UDFിൽ നിന്നും ഉണ്ടാകുക. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ മറ്റു ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് ഏറി വരുന്നൊരു കാഴ്ചയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UDF ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക മുന്നണിയിലെ മറ്റുള്ളവർക്ക് നിലനിൽക്കുന്നുണ്ടാകും. പക്ഷേ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ VD സതീശൻ അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാത്രി 7:30 ഓൺലൈനായി UDF മുന്നണി നേതാക്കളുടെ യോഗം ചേരുക. ഈ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി UDF നേതാക്കൾ സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ ഓൺലൈനായി ചേരുന്ന യോഗത്തിലായിരിക്കും ഉണ്ടാകുക. അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ക്ഷണിക്കുമെന്ന വിവരവും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നേരിട്ടെത്തി ക്ഷണിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് നിലപാട് മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഓൺലൈനായി ചേരുന്ന മീറ്റിംഗിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. അതുകൂടാതെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ തന്നെ ഈ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും ഇന്ന് വൈകുന്നേരം ഈ 7:30 ചേരുന്ന യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. സ്വപ്ന.